ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വേറൊരു വീഡിയോ ആയിട്ടാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് വാട്ട് പ്ലസ് ഡു എച്ച് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ സ്ട്രക്ചറുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അതേ വാട്ട് ഉപയോഗിച്ചുകൊണ്ട് ഡസ് എന്ന ഓക്സിലറി വേർബ് അല്ലേ, ഓക്സിലറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നതെന്നാണ്. ഓക്കെ, വാട്ട് ഡസ്. ഓക്കെ, വാട്ട് പ്ലസ് ഡസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലാസ്സിലൊക്കെ കണ്ടിരുന്നു ഡസ് അല്ലെങ്കിൽ ഇ എസ് എന്ന് പറയുന്നത് ഡൂവിൻ്റെ കൂട്ടത്തിൽ ഇ എസ് അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ വേർബിൻ്റെ കൂട്ടത്തിൽ എസ് ചേർക്കുന്നത് തേർഡ് പേഴ്സൺ സിംഗുലറാണെന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് ഡസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് ഹി ഷീ ഇറ്റ് ആണ്. വൺസ് അഗൈൻ, വാട്ട് ഡസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ സ്ട്രക്ചറിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി ഷീ ഇറ്റ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ ചോദിക്കും? അവൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡസ് ഷീ ഡു എന്ന് ചോദിക്കും. വാട്ട് ഡു ഷീ ഡു എന്ന് ചോദിച്ചേക്കരുത്. ഓക്കെ, അവൻ എന്താണ് എഴുതുന്നത്. ഓക്കെ, എന്താണ് എഴുതുന്നത്? വാട്ട് ഡസ് ഹി റൈറ്റ്, അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. അപ്പം അതാണെങ്കിൽ ഇത് എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡസ് ഇറ്റ് ഡു എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? വാട്ട് പ്ലസ് ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് സബ്ജക്റ്റ്. വൺസ് അഗെയിൻ, വാട്ട് പ്ലസ് ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. മറ്റുള്ള മൂന്നാമതൊരു വ്യക്തി എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് കൊണ്ടുവരുന്നു. ഓക്കെ, അവൻ എന്താണ് കൊണ്ടുവരുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൻ എന്താണ് കൊണ്ടുവരുന്നത് എങ്ങനെ ചോദിക്കും? വാട്ട് ഡസ് ഹി ബ്രിങ്. ഓക്കെ, ഇത് എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡസ് ഇറ്റ് ഡു. അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛൻ എനിക്ക് എന്ത് ഗിഫ്റ്റാണ് മേടിക്കുന്നത് എന്ന് നമ്മളങ്ങനെ ചോദിക്കും. വാട്ട് ഡസ് മൈ ഫാദർ ബൈ ഫോർ മീ, ഓർ വാട്ട് ഗിഫ്റ്റ് ഡസ് മൈ ഫാദർ ബൈ ഫോർ മീ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് എന്നുള്ളത് നമ്മൾ നൗൺ ഫോം വാട്ടിന് ശേഷം ഉപയോഗിക്കും. വാട്ട് ഡസ് എന്നതിന് മുമ്പായിട്ട് വാട്ട് ഗിഫ്റ്റ് ഡസ് മൈ ഫാദർ ബൈ ഫോർ മീ. എൻ്റെ അമ്മ എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്? വാട്ട് ഫുഡ് ഡസ് മൈ മദർ പ്രിപ്പയർഡ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ആ സ്ട്രക്ചർ മനസ്സിലായല്ലോ. എന്താണ് വാട്ട് ഡസ്, ഹി ഷീ ഇറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട് ഡസ്. ഓക്കെ, സോ ആ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ തയ്യാറാക്കുക, പഠിക്കുക. മനസ്സിലായല്ലോ? അപ്പം എന്താണെന്നും കൂടി പറയാം. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? വാട്ട് ഡസ് ഹി ഡു. അവൾ എന്ത് എഴുതുന്നു? വാട്ട് ഡസ് ഷീ റൈറ്റ്. ഇത് എന്തെടുക്കുന്നു അല്ലേ? വാട്ട് ഡസ് ഇറ്റ് ഡു. ഓക്കെ, വാട്ട് ഡസ് ഇറ്റ് ടേക്ക്. എടുക്കുന്നതാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് ടേക്ക് എന്ന് പറയും. അപ്പം ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ക്വസ്റ്റ്യൻ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സി യു അഗെയിൻ.